ഒന്നും അറിയാൻ പാടില്ലേ? നിന്നെ പറ്റി അറിഞ്ഞപ്പോ മുതൽ പറ്റിപ്പോയതാണല്ലോ ഇത്. ഓക്കെ. ഫോണിന് മനസ്സിലാവണില്ല ഇത് ഞാൻ ഇന്നത് ഫുള്ള് എനക്കാ ഒന്ന് വാളിപ്പോയി. ഷിറ്റ്. സിമ്പിൾ ആണ്. വളരെ നിനക്ക് അറിയുന്നയാ. സ്കൂളില് എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഇതാരാ? ആകെ മൊത്തം എത്ര ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി 5 മോർ. അപ്പോ ഇതില് എനിക്ക് 3 ആയിരിക്കാണ്. 3-3 എന്നുള്ള അതിശക്തമായ സ്കോറിംഗിൽ ഞാൻ ഇഞ്ച് നിക്കാണ് ഗൈസ്. ചോയ്ക്ക്. എന്റെ ഫേവറേറ്റ് മ്യൂസിക്. മണിപ്പൊരിക്കട്ടെ പാട്ടെ. മ്യൂസിക്കാ? കൊറേ പാട്ടൊക്കെ ഇഷ്ടമല്ലേ നമുക്ക്? പാട്ടൊക്കെ ഇഷ്ടമാണ്. പാട്ടൊക്കെ ഇഷ്ടം. പാട്ടുണ്ട്. പാട്ട്. ഫേവറേറ്റ് മ്യൂസിക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കാ ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ? ട്രാൻസ് അല്ലേ? ട്രാൻസ്. ഓക്കെ. അതിൽ നിനക്ക് ഇഷ്ടമുള്ള ട്രാക്ക് ഏതാണ്? ഇഷ്ടമുള്ള ട്രാക്ക് ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് കേൾക്കുന്ന സോങ്, അത് നീ എന്തായാലും എനിക്കറിയാലോ. അത് അതല്ലേ? എനിക്കതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ ഇത് കുഴപ്പമില്ല ഇട്ട്. ഓ ഭാഗ്യം. പക്ഷെ അത് നിനക്ക് ഇഷ്ടല്ലേ? അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ എനിക്ക് 4 മാർക്ക്. ഹലോ, അത് ഏത് ടൈപ്പ് ഓഫ്? മതി അത്ര എന്തെങ്കിലാക്ക്. ഒന്ന് പകുതി കുടിക്കും, പകുതി മുക്കും, പകുതി നേരത്തുള്ളൂ. ടൈപ്പ് ഓഫ് മ്യൂസിക്കോ? അങ്ങനെ പറഞ്ഞ നീ എന്നോടായാലും പറഞ്ഞ സമ്മതിച്ചു തരാനായിട്ട്. ഇതല്ല എന്റെ ഫോണൊക്കെ. ഓക്കെ. നീ എന്തിനാണ് അത് നീ ജയിച്ച് മേടിക്കട വെള്ളം. ഓക്കെ. അപ്പോ 6th ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. 6th അല്ലല്ലോ, നമ്മൾ 6th പറഞ്ഞപ്പോ ഞാൻ ചോദിക്കും. അല്ല, നീ ചോദിക്കും. 6th ക്വസ്റ്റ്യൻ ഇവൻ ചോദിക്കും. ഇവള് മണ്ടത്തന്നെയല്ലേ? ഞാനല്ലേ ഇപ്പൊ ചോദിച്ചേ. അതുപോലെ മൈദയും തലയിലെ കളിമണ്ണും കൂടി മിക്സ് ആയിട്ട് പോയതാണ്. വേറൊന്നുമല്ല. വേറൊന്നും തെറ്റിദ്ധരിക്കണ്ടാരും. മൈ ഫേവറേറ്റ് സ്നാക്ക് ഹോർലിക്സ്. സ്നാക്സ് ആയി കൂട്ടുമെങ്കിൽ ഹോർലിക്സ് അത് കൂട്ടണം. സ്റ്റോപ്പ്. ഹോർലിക്സിന്റെ പൊടി 5 ഉറുപ്പ്യ. ഇതുപോലെ ഇങ്ങനെ ഇരുന്നൊരു ബിടിന്ന് തന്നെ തിന്നു. കുടിച്ചാ മതി. വേണ്ട, നീ ഒരുപാട് മുക്കണ്ട. കുടിച്ചോ. ഹോർലിക്സ് ആണ് ഗൈസ് എനിക്ക് ഇഷ്ടമുള്ള സ്നാക്ക്. ഞാൻ വെറുതെ ഒക്കെ ഇരിക്കുമ്പോ ഹോർലിക്സ് പൊടി എടുത്ത് കഴിക്കും. എനിക്കിഷ്ടമാണ്. നിങ്ങളും കഴിച്ചു നോക്കും. അത് പാലിട്ട് കുടിക്കരുത്. പാലിട്ട് കുടിക്കരുത്, വെറുതെ കഴിക്കണം. വിശപ്പ് മാറും. ഇതുപോലത്തെ ഭ്രാന്തായി. ഓക്കെ, അടുത്ത ചോദ്യം. 7th ക്വസ്റ്റ്യൻ ഗൈസ്. 7, 8, 9, 10. 4 more questions. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. 4 ചോദ്യങ്ങളോട് ചോദിക്കാൻ എന്താ പറ്റില്ലേ? പിന്നെന്താ, ഞാൻ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കും. ട്രാവൽ. ഓഫ് കോഴ്സ് ട്രാവലിംഗ്. ഭയങ്കര സിമ്പിൾ ആയി പോയി. ഭയങ്കര സിമ്പിള്. ഇവനെ എന്നെ കൂട്ടായിട്ട് പല സ്ഥലത്ത് പോയി കുടിച്ചിട്ട് പല സ്ഥലത്തും പോയി ഉള്ള കണ്ട പൈസ മൊത്തം തീർന്ന് ചീനിട്ട് എന്നെ വിളിക്കും. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ട്രാവലിംഗ്. സോ ഗൈസ്, എനിക്ക് 5 മാർക്ക് ആയിരിക്കും. എവിടെ ഈക്വൽ ഒന്നല്ല, ഞാനാണ് മുന്നിലേക്ക്. ഞാൻ ആകെ 2 പ്രാവശ്യം മുങ്ങിയിട്ടുള്ളൂ. ഞാനും 5 പ്രാവശ്യം മുങ്ങി. നിനക്ക് കണക്കും അറിയണ്ടായ മൈദ തലയിൽ കയറി ചിലപ്പോ കട്ട പിടിച്ചാണ്. ഇല്ല, 4, 5 ആയി എനിക്ക് മാർക്ക്. 5, 6. എടാ അനിരുദ്ധ, കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ഇടണം കേട്ടാ. ഇപ്പൊ 6 ചോദ്യം ചോദിച്ചില്ലേ? 7ാമത്തെ ചോദ്യം നമുക്ക് കണക്കൂട്ട. 6 ചോദ്യം. ഇല്ല, 7ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോണാണ്. നിന്റെ കുറവാ. മുങ്ങി നിന്റെ തീർന്നോ? എല്ലാം മോത്താണല്ലേ. ഞാനല്ലേ ചോദിച്ചത് ഇപ്പൊ ഹോർലിക്സ്. നീ എന്നെ ചോദിക്കണ്ടേ? നീ
എടാ ട്രാവൽ ഇപ്പൊ ഞാനല്ലേ ചോദിച്ചത്. ഈ 2 മാസം ശരിക്കും നടുക്കൊരാളെ വെക്കണം കേട്ടോ നമ്മളിങ്ങനെയാണെങ്കിൽ. ഫേവറേറ്റ് കാർ. എടാ ആ ക്വസ്റ്റ്യൻ തന്നെ ഞാനും എഴുതിയിട്ടുണ്ട്. അപ്പൊ നോക്കാം. ഇപ്പോഴാണോ? ഓക്കെ താറ്. താറ് ഞാനാ കരഞ്ഞോണ്ട് താറ് വാങ്ങിച്ചാന്ന് പറഞ്ഞാൽ എപ്പോഴും കരയും. അതുകൊണ്ട് രാമൂട്ടൻ എന്റെ ബർത്ത്ഡേക്ക് താറ് വാങ്ങിച്ചായിരുന്നു. താറല്ല ഇത് താറിട്ട് റോട്ടിലേക്ക് നടക്കാൻ പറ്റാത്തോളാണ്. ഇത് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ എന്തിനാ ഈ പരിപാടി നടത്തിയെന്ന്? ഈ ഒരു ചോദ്യം പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം താറാണെന്ന് പറഞ്ഞ് എനിക്ക് ബൈക്ക് മേടിച്ചു തന്ന പോലെ ബർത്ത്ഡേക്ക് 29ന്റെ ബർത്ത്ഡേക്ക് ഒക്കെ താറ് മേടിച്ചു കൊടുക്ക. ഞാൻ റോഡിന്റെ താറില്ലേ അത് മേടിച്ചായിരുന്നു. ഒന്നാമത് മര്യാദക്ക് പറഞ്ഞാൽ പോലെ ഇത്രയും മൈദനാലും നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ട് എനിക്ക്. അപ്പൊ ഗായ്സ് നമ്മുടെ എന്താണ് സെയിം ടു സെയിം ആയിരിക്കും. നിങ്ങളുടെ സെയിം 5 അല്ലേ? ചോദ്യം ഇപ്പൊ തിരിച്ചു ചോദിക്കാം. മൈ ഫേവറേറ്റ് കാർ ഇപ്പോഴത്തേണോ അപ്പുറത്തേണോ? ഇപ്പുറത്തെ വീട്ടിലെ കാറാണെങ്കിൽ ഓക്കെ. ഇപ്പൊ ഞാൻ വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ പ്ലാസ്റ്റിക് മോഡൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വിന്റേജ് ടൈപ്പ് ഒക്കെ അവന് ഇഷ്ടമാണ്. ഇല്ല എനിക്കറിയാം. ഫോർച്യൂണർ ക്ലാസിക് പണ്ടത്തെ അല്ല പണ്ടത്തെ ഫോർച്യൂണർ ഇപ്പോഴത്തെ. ഞാൻ പറഞ്ഞ പഴയ കാർ എനിക്ക് ഇഷ്ടമാണ്. പഴയ കാറ് മറ്റൊരു പെണ്ണിന്റെ പേരുള്ള ഒരു കാർ. അല്ല ഫോർച്യൂണറാന്ന് തോന്നുന്നു. ഫോർച്യൂണർ അല്ല ഇവന് ഇപ്പൊ ഇഷ്ടമുള്ള ഒരു കാറ്. ഫോർച്യൂണർ മേടിച്ചു കൊടുത്താൽ അതും ഓടിക്കുമായിരിക്കും. മേടിച്ചു കൊടുത്താ ഓടിക്കുമായിരിക്കും. ഓക്കെ ഫോർച്യൂണർ അല്ലേ? വിന്റേജ് വണ്ടി ഫോർച്യൂണർ പോലെ. അല്ല വിന്റേജ് വണ്ടി നിനക്ക് ഇഷ്ടമാണ്. ഇപ്പൊ പുതിയതും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് നടുക്കും ഇഷ്ടമാണ്. പഴയതുമായി പുതിയതുമായി നടുക്കുമായി. ഇനി ബാക്കി എന്താ ബാക്കിയില്ലേ? അല്ലേ? ഫോർച്യൂണർ അല്ല. ഫോർച്യൂണർ അല്ല. ഏതാണ് പറഞ്ഞിട്ട്? പോർഷെ അങ്ങനെയൊക്കെ ഉണ്ടോ? 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വണ്ടീനെ പറ്റിയിട്ട്. ഓക്കെ അപ്പൊ ടെസ്ലയായിട്ട് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ? പോർഷെ 911. പിന്നെ നിസാൻ GTR. അല്ല GTR. സ്കൈലൈൻ. കാറും പണം തുടങ്ങിയ. ഓക്കെ 3 ക്വസ്റ്റ്യൻസ് കൂടെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയത്. പൊന്നോ അടുത്തു പോയി. ഓക്കെ അടുത്ത ചോദ്യം. മൈ ഫേവറേറ്റ് ഡാൻസ് ഫോം. കഥകളി അല്ലാണ്ട് അതുപോലത്തെ ഐറ്റല്ലേ ഈ ഫോം പറയുന്നത്? ഡാൻസ് ഫോം കഥകളി പോലത്തെ അങ്ങനത്തെ ഓരോരോ. ഇപ്പൊ എനിക്ക് എത്ര ഡാൻസ് ഫോംസ് അറിയാം? പല ധാരണയുണ്ടോ? കൊറേ അറിയാം ഗൈസ്. എന്തെല്ലോ കളിച്ചിട്ട് എന്നോട് പറയും ഇത് അതാന്ന്. ഞാൻ ചോദിക്കും ഇത് മറ്റേതെല്ലാം പറയുമ്പോ അതല്ല അത് ഇതാന്ന്. ഇത് ചോദിച്ചാൽ പറയും ഇതല്ല അതാന്ന്. അതേതാന്ന് ചോദിച്ചാൽ എനക്കറിയില്ല ഇത് ഏതാന്ന്. എന്നാലും ഒരു ധാരണയില്ല. ഞാൻ ഒരു ഡാൻസറിന്റെ ഭർത്താവാവുന്ന സ്ഥിതിക്ക് ബോളിവുഡ് അല്ല ഒരു ക്ലൂ തരുമോ? എനിക്ക് അതിന് പറയാൻ അറിയാത്തോണ്ടാണ്. എന്ത് പറയാൻ അറിയാത്തോണ്ട്? ഡാൻസ് ഫോം ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസ് ഫോം ഇസ് കഥകളി. കഥകളി അറിയാം, അതറിയാം. പക്ഷെ പറഞ്ഞ എനിക്ക് കഥകളിയാണ്. ഞാൻ പറഞ്ഞില്ലേ കഥകളിയോടെ ഇഷ്ടം. കഥകളി അറിയാമെന്നൊക്കെ നീ പറഞ്ഞു. കൺഫ്യൂസ്ഡ്. എന്ത് കൺഫ്യൂഷൻ അർത്ഥം? കൺഫ്യൂഷൻ മീൻസ് വാട്ട്? അറിയില്ലയോ? ഏതാ ഹറി? ഓക്കെ എന്റെ ഫേവറേറ്റ് ഡാൻസ് ഫോം എന്ന് പറയുന്നത് കഥകളിയാണ്. കാരണം കുറെ വർഷങ്ങളായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അത് സ്റ്റോപ്പായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ അന്വേഷിച്ച് നടന്നിട്ട് എന്റെ പഴയ കഥകളി സാറിന് എനിക്ക് തിരിച്ചു കിട്ടി. അങ്ങനെയൊക്കെ പിന്നെ അറിയാം. അപ്പൊ നമ്മൾ 8 ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഗൈസ്. 2 more questions ആണുള്ളത്.
ഞാൻ ഇത്രയും നേരം നീ ചോദിക്കുന്ന അതേ ചോദ്യം അതുപോലത്തെ സാധനം വെറുതെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ആക്കുന്ന എന്നെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. 3 ചോദ്യം കൂടെ ഇല്ലേ? എന്റെ ക്വസ്റ്റ്യൻ ഇല്ല. ചോദിക്ക എവിടെന്നെങ്കിലും ഒപ്പിച്ചോ. എവിടെ നിന്ന് ഒപ്പിക്കാനാ? നീ നേരത്തെ ഇഷ്ടപ്പെട്ട കാർ ഏതാ വെച്ചു, അതേപോലെ കാർ ഏതാ ഞാൻ ചോദിച്ചു. ഇഷ്ടപ്പെട്ട ഡാൻസ് ഏതാ വെച്ചു, അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ്. ചോദിക്കും. ഓക്കെ, വെള്ളം കുടിക്കാനുള്ള ചോദിക്കണ്ടാ. അടുത്ത എടാ എനിക്ക് ചോദ്യമില്ല. അപ്പൊ ജയിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കട്ടെ? എടാ ഇത് പറയണം, നേരത്തെ പറയണം എങ്ങനെയാ പരിപാടി. 3 ഇഷ്ടങ്ങൾ നിനക്കില്ലേ? ആ 3 ഇഷ്ടങ്ങൾ എന്നോട് ചോദിക്ക്. ഓക്കെ ഗായ്സ്, രാമൂട്ടൻ ചോദ്യം പറഞ്ഞ ആരെങ്കിലും. ഐസ്ക്രീമാ? എനിക്ക് ഇഷ്ടപ്പെട്ട, എടാ എനിക്ക് അറിയില്ല, ഞാൻ എല്ലാം കഴിക്കും. പറ. ഇഷ്ടപ്പെട്ട ഐസ്ക്രീം. ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ. ഇവന് ഐസ്ക്രീം ഇഷ്ടമാണ്. ഐസ്ക്രീം ഇഷ്ടമാണ്. പറ ഐസ്ക്രീം. ഫ്രോസൺ ഡെസേർട്ട് ഇഷ്ടമല്ല. അതൊരു പ്രാവശ്യം ഇവൾ ഐസ്ക്രീം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഐസ്ക്രീം ആണെങ്കിൽ അതിന്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും ഫ്രോസൺ ഡെസേർട്ട് എന്ന് പറയുന്നത് കെമിക്കൽസ് വരുന്ന എന്തോ പരിപാടിയാണെന്ന് അറിയാണ്ടൊന്ന് പറഞ്ഞുപോയി. പണ്ട് അന്ന് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങുന്നതാണ്. എപ്പ ഐസ്ക്രീം എടുക്കുക കമ്മുട്ടോ ഇത് ഫ്രോസൺ ഡെസേർട്ട് ആണോ ഐസ്ക്രീം ആണോ എന്ന് ചോദിക്കും. ഐസ്ക്രീമിന് ഇഷ്ടപ്പെട്ടു അറിയില്ല ഗൈസ്, എന്നെ പറ്റി ഒന്നും അറിയില്ല. ചോക്ലേറ്റ് അല്ല, വാനില അല്ല. എനിക്ക് അറേബ്യൻ്റെ അല്ല ചിക്കു, ഐഡിയൽ ഐസ്ക്രീമിന്റെ ചിക്കു. ഐഡിയൽ ഐസ്ക്രീം അറിയോ? അത് ആർക്കെങ്കിലും അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്ക്. ഐഡിയൽ ഐസ്ക്രീമിന്റെ ചിക്കു കഴിച്ചവർക്ക് നല്ല അടിപൊളി സാധനം. പിന്നെ ആടാ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കല്ലേ രാവിലെ മുതൽ എഴുതി വെച്ചിട്ട്. ഇതാണ് തുറക്കുന്നില്ല. മൈന്ന് പറഞ്ഞ് നിർത്തുന്നോടി, ബാക്കി ഫുള്ള് പറ. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ലൈക്ക് ബാലി. ബാലി പോണെന്ന് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു. മുതലേ ഞാൻ കേൾക്കുന്നത് ബാലി അത് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുമ്പോഴേ ബാലിയിലേക്ക് ഒരു യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു യാത്രാ വിവരണം ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കാനായിട്ട്. ബാലിയൊക്കെ ഇപ്പോഴല്ലേ ട്രെൻഡ് ആയത്. പക്ഷെ ഞാൻ അന്ന് മലയാളത്തിൽ പഠിക്കുമ്പോൾ 3ാം ക്ലാസ്സിൽ, നിങ്ങൾ ആലോചിക്കണം ഗൈസ്, അന്ന് ബാലി എന്ന് പറഞ്ഞ കൺട്രീനെ കുറിച്ച് കുറെ ഇങ്ങനെ വിവരിച്ചിട്ടായിരുന്നു ആ യാത്രാ വിവരണം. അതെനിക്ക് അപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. സോ അത് വലുതാവും തോറും എനിക്ക് ബാലി പോണം അങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ ബാലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡായ, ആൾക്കാർ ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആക്കി. അതൊക്കെ മുന്നേ ഞാൻ കണ്ട സ്വപ്നമാണ്, മുന്നേ വിട്ട സ്വപ്നമാണ്. മതി സിനിമയായിട്ട് ചോദിക്കാം. എനിക്ക് സിമ്പിൾ വെച്ച് വെറുതെ മുങ്ങിയതാ തീർന്നു. ഇതെല്ലാം വെച്ചിട്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണ്ട. എന്റെ ഫേവറേറ്റ് റൊമാൻറ്റിക് മൂവി. റൊമാൻറ്റിക് മൂവി റൊമാൻറ്റിക് മൂവി എനിക്ക് റൊമാൻസ് ഒക്കെ ഇഷ്ടമാണ്. റൊമാൻറ്റിക് ഒഴിച്ചിട്ട് മുക്കിയെടുത്ത വേണ്ട, അതിന്റെ ആവശ്യമില്ല. റൊമാൻറ്റിക് മൂവി തോറ്റെന്ന് പറഞ്ഞേ. റൊമാൻറ്റിക് മൂവി 96 റൊമാൻറ്റിക് മൂവി അല്ലേ? ശരിയാണ്. പക്ഷെ ടൈറ്റാനിക് ആലോചിച്ച് നോക്കേ. ഞാൻ പറയട്ടെ, ഇത്ര അവസരോ ഒരു ജീവിതം മൊത്തം തന്നില്ലടി നിനക്കുണ്ട്. ഇനി നിനക്ക് എന്താ അവസരം തരാനാ നീ പറയുന്നത്? നീ ഇഷ്ടമുള്ള റൊമാൻറ്റിക് പടം പറയുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചോദ്യം ഒരു ക്ലൂ ഇല്ല നിനക്ക്. നീയായിട്ട് മുങ്ങ വളരെ സിമ്പിൾ അല്ലേ? ഏതാ പടം ആലോചിച്ച് നോക്കി. സിംഹോ. ഓക്കെ കൺമണി. മറന്നുപോയി ഗായ്സ്, മറന്നുപോയി. ഇത്രേ ഉള്ളൂ. എന്തൊക്കെ ആയിരുന്നു. ശരിയാ. പണ്ട് ഇവനെ തന്നെ അതിലെ ദുൽഖർ
ഇതാരാ പറയുന്ന പണ്ടത്തെ കഥ അറിയില്ലല്ല. ആ, പണ്ടത്തെ കഥ പണ്ടത്തെ ഞാനാ ബുക്കിപ്പം കൊണ്ടിട്ട് വെക്കും. പണ്ടുണ്ടല്ലോ. കോമഡിയാതെ ബാക്കി ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ വന്ന ഇതിനല്ലേ. കഥ പറയാറില്ലല്ലോ, ഇത് കളിക്കാൻ വന്ന ഇത് ബാക്കി പിറ്റ. എനിക്ക് കുറച്ച് കാര്യം പറയണോ? ഓക്കെ കൺമണില്ലേ, എന്താണ് ലവ് സ്റ്റോറി പറയുമ്പോ എന്നെ ഓക്കെ കൺമണി എന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. കുറച്ച് കഥ പറയാനുണ്ട്. എനിക്ക് എടാ എന്റെ വാച്ചെല്ലാം. അടുത്ത ചോദ്യം ഗായ്സ്, എനിക്ക് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് അറിയണ്ടാവും. എനിക്ക് പേടിയുള്ള ഒരു ലിവിങ് തിങ്. പല്ലി. ഇത്ര വേഗം പറഞ്ഞ ഇതല്ലെന്ന്. ഇത് എനിക്ക് എനിക്ക് പല്ലീനെ പേടി, എനിക്ക് ഇഷ്ടല്ല. എന്തോ പല്ലി നേടി കാണിച്ചാൽ തന്നെ ഓടുകയാണ്. ആ ഇവളാ ചോദിക്കുന്ന എന്തൊന്നാണ് അവിടുന്നാണ് കഴിഞ്ഞില്ലേ? ഇല്ല, നീ ചോദിക്കണ്ടേ? അതിന് ഞാൻ എന്തായാലും എനിക്ക് കിട്ടൂലല്ലോ. പറ, ചോദിക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഗായ്സ് ഞാൻ മുന്നിട്ട് നിൽക്കുകയാണ്. എന്നെ കണ്ട് മുമ്പിലിരിക്കുന്ന ബാക്കില് തോറ്റ് തുന്നമ്പാടി കണ്ടം വഴി ഓടിക്കോളൂ. ഓക്കെ, ചോദ്യം ചോദിക്കണ്ടേ? ഞാൻ ഇതില് ഞാൻ ആൻസർ പറഞ്ഞ ഡ്രോയാ. ഡ്രോ എന്നല്ല, നീ മറ്റേ ഇവന് ഇത് കൈക്കൂലി കൊടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറ്റിച്ചല്ലേ. അതേപോലെ എന്റെ പല്ല ഞാനാ ലീഡ് ചെയ്തിരിക്കുന്നത്. അന്റെ മോനെ ഇതടി ഉറപ്പായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സമയം തരണം, പ്രിപ്പയർ ആയിട്ടെല്ലാം വരാൻ വേണ്ടി. എനക്ക് എന്നെ തന്നെ അറിയില്ല എന്നെ പറ്റിട്ട്. അപ്പോഴാണ് എന്നാ നോക്കുന്നേ. ഒന്നുമില്ല, മൊഞ്ഞാടാം പച്ചയായ ജാട. ഒന്നിറങ്ങിപ്പോടാ. ലാസ്റ്റ് സിമ്പിള്. ഇത്ര നേരം ഞാൻ ജയിച്ചത് കൊണ്ടും ഇനി ഇത് കളയണ്ടെന്ന് വിചാരിച്ചത് കൊണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ നിന്റെ അടുത്ത് ചോദിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നേപ്പാൾ പോയില്ലേ? അപ്പം നേപ്പാൾ ഒരു സ്ഥലത്തും കൂടി പോവാനുണ്ട് ഞാൻ പ്ലാൻ ഇട്ടായിരുന്നു. ക്വസ്റ്റ്യൻ കേക്ക് ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു അതും കഴിഞ്ഞിട്ട് നേപ്പാൾ പോകാനല്ലാണ്ട് വേറെ സ്ഥലം കൂടി കണ്ടിട്ട് ഇന്ത്യയിൽ ഒരു സ്ഥലം കൂടി കണ്ടിട്ട് ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. കുറെ കാലം ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതുവരെ നമുക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥലം. പറ. നീ എല്ലായിടത്തും പോയിട്ടല്ലേ വന്നത്? എവിടെ? ഞാൻ നേപ്പാളിൽ നേരെ വരുവേ. ഒരു സ്ഥലം മിസ്സായി എനിക്ക് പോകാൻ പറ്റില്ല. കുറെ പ്രാവശ്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. നേപ്പാളിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ട് പോയതാണോ? അല്ല, നേപ്പാളല്ലാതെ വേറെ സ്ഥലത്തേക്ക്. ഇന്ത്യയിലൊരു സ്ഥലം അത് ഞാൻ കുറെ കാലമായി പോണെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഞാൻ പോയിട്ടില്ല. പണ്ട് മുതലേ പറയുന്നുണ്ട്. പറ. ഇന്ന് നീ മരിച്ചടി. ഇത് നീ അറിയില്ലെങ്കിൽ ഇന്ന് ഡൈവേഴ്സ് അതിന്റെ. എവിടെ പോണെന്നോ ഞാൻ ഇത്തിരി പറയാൻ പറഞ്ഞോ? സ്ഥലത്ത് എല്ലാരും ഇരിക്കുന്ന പോലെ തന്നെ അതും ഇരിക്കുന്നു. മുങ്ങിക്കോ. നീയായിട്ട് മുങ്ങിയ ലേശാവുള്ളൂ. അറ്റത്ത് തുടങ്ങാം. അല്ല, പിന്നെന്താ? മുങ്ങിക്കോ. നീയായിട്ട് മുങ്ങിയതാ. ഞാൻ മുക്കി കഴിഞ്ഞാൽ മറന്നു പോയാ തിന്നില്ല ചതി. ഹലോ, എന്താ തിന്ന? ഏതാ സ്ഥലം? വാരണാസി. വാരണാസി വായിക്കൊള്ളാത്ത പേര് വരും. തീരുമാനായില്ലേ? ഇനി ഉണ്ടോ ഇങ്ങനത്തെ ആചാരങ്ങൾ? ഇനി നമുക്ക് ഇങ്ങനത്തെ കുറെ
ഓരോന്ന് വന്ന് ചോദ്യത്തിന്റെ ഒരു ചോദ്യം. ഗൈസ് അപ്പൊ ശരി എന്നാ നന്ദിയുണ്ട്. ഒരാവശ്യമില്ലായിരുന്നു ഈ പരിപാടിക്ക് വരാൻ. അപ്പൊ ഉണ്ടല്ലോ ശരി എന്നാ ഞാൻ ഇതൊക്കെ ഒന്ന് തേച്ച് വെച്ച് ഞാൻ എന്റെ കോലത്തിലായിട്ട് വരക്കാം. ഓക്കെ ബൈ. ബൈ.